അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, കത്തിച്ചു വെച്ചിരിക്കുന്ന ഒരു വിളക്കിന്റെ അടുത്ത് പോയി ആ വിളക്കിലുള്ള തീയിലേക്ക് ഒരല്പനേരം കൈവെക്കാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല. എന്നാൽ ആ തീയിനേക്കാൾ 70 ഇരട്ടി കടുപ്പവും ശക്തവും ചൂടുമുള്ളതാണ് നരകത്തിലെ തീയെന്നാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പൊ എത്രമേൽ ഭയാനകരമായിരിക്കും അത്, എത്രമേൽ ശക്തമായിരിക്കും നരകത്തിലെ ചൂട്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നരകം അത് ഭയാനകരമാണ്. നരകം അസാബുകളുടെ സങ്കേതമാണ്. വ്യത്യസ്തമായ ആയത്തുകളിലൂടെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് ഹദീസുകളിലൂടെ നരകത്തിന്റെ ഭയാനകതകൾ വിവരിച്ചതായി നമുക്ക് കാണാം. ഒരു ഹദീസിൽ കാണാം, നരകം അള്ളാഹുവിനോട് കംപ്ലൈന്റ് പറയുന്നുണ്ട്. എന്താണ് നരകം പറയുന്ന കംപ്ലൈന്റ്? അള്ളാഹുവേ, എൻ്റെ ഒരു ഭാഗത്തെ തന്നെ തിന്നുകളയുന്നു പടച്ചവനെ. അത്രമാത്രം ശക്തമാണത്. ഒരു ഭാഗത്തെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ആ നരകം അതിൻ്റെ വിറകുകളായ ദോഷികളെ കാത്തിരിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയെ നമുക്ക് പരിചയപ്പെടുത്തിയത് തീയിനാലുള്ള 2 ചെരുപ്പുകളാണ്. തീയിനാലുള്ള 2 ചെരുപ്പുകൾ ധരിച്ചാൽ ഏറ്റവും ചെറിയ ശിക്ഷയാണത്. അവന്റെ തലച്ചോറ് പോലും ഉരുകിപ്പോകുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ ഏറ്റവും ചെറിയ ഒരു ശിക്ഷയാണ് ആ വിവരിച്ചത്. തീയിനാലുള്ള 2 ചെരുപ്പുകൾ മാത്രമാണ്. പക്ഷേ അത് ധരിച്ചാൽ തലച്ചോറ് പോലും ഉരുകിപ്പോകുന്ന തരത്തിൽ കഠിനമായ വേദന അനുഭവപ്പെടുന്ന മാത്രം കഠിനവുമായ ശിക്ഷ ആ നരകത്തിൽ അനുഭവിക്കേണ്ടി വരുമ്പോൾ ആ നരകത്തിന്റെ ഭയാനകത ഒന്നാലോചിച്ചു നോക്കിയേ മുഅ്മിനീങ്ങളെ. മാത്രവുമല്ല, ആ നരകം എത്രമാത്രം ആഴമുള്ളതാണ്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, കുന്നാ മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെയായിരുന്നു. ഇത് സമിഅ വജബത്തുൻ, ആ സമയത്ത് ഞങ്ങൾ ഒരു ശബ്ദം കേട്ടു, ഞങ്ങളൊരു സൗണ്ട് കേട്ടു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് ചോദിച്ചു, തദ്റൂന മാ ഹാദാ, അതെന്താണെന്ന് നിങ്ങൾക്കറിയുമോ? കേട്ട ശബ്ദം ഞങ്ങൾ പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അലം, അല്ലാഹുവിനും അവന്റെ റസൂലിനും അറിയാം, ഞങ്ങൾക്കറിയില്ല തങ്ങളെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു, ഹാദാ ഹജ്റുൻ റുമിയ ബിഹി ഫിന്നാർ മുൻദു 70 ഖരീഫ, അതൊരു കല്ലാണ്. നരകത്തിന്റെ മുകളിൽ നിന്ന് ആ നരകക്കുണ്ടിലേക്ക് എറിയപ്പെട്ട ഒരു കല്ലാണ്. 70 കൊല്ലം മുമ്പ് എറിയപ്പെട്ട ഒരു കല്ലാണ്. 70 കൊല്ലത്തിന് ശേഷം ആ നരകക്കുണ്ടിൽ പതിച്ച ശബ്ദമാണ് നിങ്ങൾ കേട്ടത് എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തു. ആലോചിച്ച് നോക്കണം, നരകത്തിന്റെ മുകൾ ഭാഗത്ത് നിന്ന് 70 കൊല്ലം മുമ്പ് എറിയപ്പെട്ട ഒരു കല്ല് 70 കൊല്ലത്തിന് ശേഷം നരകത്തിൽ പതിച്ചു എന്ന് പറയുമ്പോൾ ആ നരകത്തിന്റെ ആഴം എത്രയായിരിക്കും മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് തന്നെ ഒരാൾക്കും നരകം സഹിക്കാൻ കഴിയില്ല. ഒരല്പനേരം പോലും നരകത്തെ നമുക്ക് സഹിക്കാൻ കഴിയില്ല. ഒരു സൂചിയുടെ ദ്വാരം, ആ ദ്വാരത്തിൻ്റെ ഉള്ളിലൂടെ ആ നരകത്തിൽ നിന്ന് ഒരല്പത്തെ പുറത്ത് വിട്ടാൽ ഈ ലോകം മുഴുവൻ കത്തിച്ചാമ്പലാക്കാൻ മാത്രം ആ നരകത്തിന്റെ തീയിന്റെ ഒരു അംശത്തിന് കഴിയും. അത്രമാത്രം കഠിനമാണ് നരകം. പ്രിയമുള്ളവരെ, റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, നരകമോചനത്തെ തേടിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഈ 10 നമ്മൾ ധാരാളം റബ്ബിനോട് ചോദിക്കുന്നില്ലേ, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ, പടച്ചവനെ എനിക്ക് നീ നരകമോചനം നൽകണേ അല്ലാ എന്ന് ധാരാളം നാം റബ്ബിനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഹദീസിൽ കാണാം, വമനിസ്തജാറ മിനന്നാരി 3 മററാത്ത്, ആരെങ്കിലും 3 പ്രാവശ്യം അള്ളാഹുവിനോട് നരകത്തെ തൊട്ട് കാവല് ചോദിച്ചാൽ, നരകമോചനം ചോദിച്ചാൽ, നരകത്തെ തൊട്ട് കാവല് തേടിയാൽ, ഫഖാലത്തിന്നാർ, നരകം പറയുമത്രേ അള്ളാഹുവിനോട്, അല്ലാഹുമ്മ അജ്റുഹു മിനന്നാർ, പടച്ചവനെ അവനക്ക് നരകത്തിൽ നിന്ന് നീ മോചനം കൊടുക്കണേ അല്ലാ എന്ന് നരകം അള്ളാഹുവിനോട് പറയുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം. അതുകൊണ്ട് ധാരാളം റബ്ബിനോട് നരകത്തെ തൊട്ട് കാവല് ചോദിച്ചു കൊണ്ടിരിക്കുക. ആ നരകം നമുക്കൊരാൾക്കും സഹിക്കാൻ കഴിയില്ല. അള്ളാഹു നമ്മളെല്ലാവരെയും നരകത്തെ തൊട്ട് കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.